നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ കീം എൻട്രൻസ് എക്സാം ഈ മാസം 5-ാം തീയതി തുടങ്ങുകയാണ്. കുട്ടികളൊക്കെ നല്ല രീതിയിലൊക്കെ പ്രാക്ടീസ് നടത്തിയവരുമുണ്ട്, ജസ്റ്റ് ആയിട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ എക്സാം എഴുതാൻ റെഡി ആകുമ്പോൾ അവിടെ ചെന്നിരുന്ന് നമ്മുടെ എക്സാം ഹോളിലിരുന്ന് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എങ്ങനെ എഴുതണം എന്നുള്ളത് നേരത്തെ ഏകദേശം ഒരു ധാരണയോടുകൂടി പോകുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഒരു കാൽക്കുലേഷൻ, ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതും, ഇത്ര എണ്ണമൊക്കെ റെഡി ആയാൽ എത്ര മാർക്ക് കിട്ടും, ഇത്ര എണ്ണം പോയാൽ മീൻസ് ഞാൻ എഴുതുന്നതിനുള്ളിൽ കുറച്ച് തെറ്റിപ്പോയാൽ എന്നാലും കുഴപ്പമില്ല, എത്ര എണ്ണം മാക്സിമം നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം, ഏറ്റവും കുറഞ്ഞത് എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഈ ഒന്നും പഠിക്കാത്തവർ പോകുന്ന ചെറിയ പരിപാടി ഉണ്ടെന്നറിയോ, ഫുൾ ആൻസർ ചെയ്തിരിക്കും. നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 150 റെഡിയാണ്, അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ശരിയായി തരാം, 15 മിനിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ആവരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അല്ലാതെ ഫുൾ ക്വസ്റ്റ്യൻസും അങ്ങ് അറ്റൻഡ് ചെയ്ത് തീർക്കുക. കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും എഴുതാൻ സാധ്യതയില്ല. ഒത്തിരി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യും. കാരണം തെറ്റാൻ പാടില്ല എന്നുള്ളൊരു മനസ്സിലൊരു ബോധ്യമുണ്ട്. പക്ഷെ ഒന്നും പഠിക്കാത്തവർക്കാണെങ്കിൽ ഒന്നുമേ പഠിച്ചിട്ടില്ലല്ലോ, എല്ലാം നമുക്കറിയാവുന്നതുപോലെ മീൻസ് അങ്ങ് ആൻസർ ചെയ്ത് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആൻസർ ചെയ്യേണ്ടത് വളരെ വളരെ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇന്ന് എത്തിക്കാൻ പോകുന്നത്. ഒട്ടുമേ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ മീൻസ് എളുപ്പം പറഞ്ഞിട്ട് പോകുക എന്നുള്ളതാണ്. നമുക്ക് ആർക്കുമേ സമയമില്ല, പ്രത്യേകിച്ച് നിങ്ങളാണ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങളുടെ ടൈം നമ്മൾ ഒരിക്കലും കളയാനല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളോടൊന്ന് എത്തിയിട്ട് ഉടൻ പോയേക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇവർക്ക് നമസ്കാരം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കീം എൻട്രൻസിന് ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നതാണ്. ഏകദേശം 1,10,000 കുട്ടികളാണ് എഴുതുന്നുള്ള ഡേറ്റ വന്നേക്കുന്നത്. അതും നമുക്കൊരു 5-6 ദിവസമായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പുതുമ തന്നെയാണ് അല്ലേ. പക്ഷേ നമുക്ക് കുട്ടികളൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന രീതി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 30% കുട്ടികൾ മാത്രമേ നല്ല രീതിക്കൂടെ ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നലാണ്. എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഒരു 30,000-35,000 ആൾക്കാർ ഏകദേശമൊക്കെ നല്ല രീതിയിൽ കൂടെ ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂടെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 80,000 കുട്ടികളും ഇതിൻ്റെ അവസാന നിമിഷങ്ങളിൽ പഠിച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അത്രേ ഉള്ളൂ, ആ രീതി കൂടെ. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് പാസ്സാകുക, പിന്നെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജുകൾ ജോയിൻ ചെയ്യുക. തോൽക്കാൻ പാടില്ല അല്ലേ, എന്ന് പറഞ്ഞാൽ ഫെയിൽ ആവരുത്. മിനിമം നമുക്ക് എന്തായാലും കാത്തു സൂക്ഷിക്കണം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. അടിപൊളിയായിട്ടുള്ളതാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസുകളിൽ നിന്നും ആൻസറുകളെ കൃത്യമായിട്ട് ഏകദേശം ടെക്നിക്കലായിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഇതിനുള്ളിൽ റിസർച്ച് പ്രകാരം ഉള്ളതുകൊണ്ട് ടെക്നിക്കലായിട്ടുമുണ്ട്, രണ്ടുമുണ്ട്. നമുക്കൊന്ന് കാണിക്കാം. നമുക്കറിയാം പല ഓപ്ഷൻസുകളും പല രീതിയിൽ കൂടെ അല്ലേ, നമ്മുടെ ആൻസറുകൾ പല രീതിയിൽ കൂടെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് വരുന്ന ഡേറ്റയെ വെച്ചുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ. എല്ലാവരും അടിപൊളിയായിട്ട് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് ഇത് ആധികാരികമായിട്ടല്ല, ഇത് കറക്റ്റാകും എന്നുള്ള ഉദ്ദേശത്തോടെയല്ല കേട്ടോ, നിങ്ങൾ അതുകൂടെ ഓർക്കണം. അല്ലാതെ ഞാൻ കറക്റ്റായിട്ട് അങ്ങ് തരികയാണ്, ഇതാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. എന്നാലും ഞാൻ ഈ പറയുന്നതിനുള്ളിൽ ഒരു 75-85% നടക്കാൻ സാധ്യതകളാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് വരാൻ പോകുന്നത്, ബെസ്റ്റ് എലിമിനേഷൻ മെത്തേഡ്. നമ്മൾ ഒഴിവാക്കുന്ന രീതിയാണ്. നിങ്ങളുടെ ആൻസറുകളിൽ ഈ 2 പേരെ കാണാറുണ്ട്. എന്താണ്? ഓൾ ഓഫ് ദ എബോവ്, നൺ ഓഫ് ദ എബോവ് അല്ലേ. ഇതിനുള്ളിൽ നിന്നും നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, ആർക്കാണ് കൂടുതൽ സാധ്യത, ഏറ്റവും ശരിയാവാനുള്ള ചാൻസ് ഏതാണെന്നുള്ളതാണ്. ഈ 2 പേരും നിങ്ങൾക്ക് എപ്പോഴും ഓർക്കുക, ഓൾ ഓഫ് ദ എബോവ് ഏകദേശം 90% സാധ്യതയാണ് ട്രൂ ആവാൻ. ഓക്കെ, നൺ ഓഫ് ദ എബോവിനാണെങ്കിൽ ഏകദേശം 10% ഉള്ളൂ. അപ്പോൾ ഈ 2 പേരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കേണ്ടത് ഏതിനാണ്? ഓൾ ഓഫ് ദ എബോവ്. നൺ ഓഫ് ദ എബോവ് സാധ്യത വളരെ വളരെ കുറവാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഓരോ രീതിയിൽ കൂടെ ഒന്ന് ശരിയാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സറിയാതെ തന്നെ മാർക്ക് കിട്ടാനുള്ളതാണ്. നമ്മുടെ ടിപ്പ് നമ്പർ 2-ൽ 2 ഐറ്റങ്ങളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ സിമിലാരിറ്റി ട്രിക്ക്, രണ്ടാമത്തെ റിമൂവ് എക്സ്ട്രീം വാല്യൂസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണമാണ്. ഇതെന്താണ് കൃത്യമായിട്ട് നിങ്ങൾ കൺസെപ്റ്റോടുകൂടി പഠിച്ചിരിക്കണം. ഓക്കെ, സിമിലാരിറ്റി ട്രിക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തന്നേക്കുന്ന വാല്യൂസുകളിൽ സിമിലറായിട്ടുള്ള 2 ഓപ്ഷൻസുകൾ മിക്കവാറും കാണും. സിമിലാരിറ്റി ഉള്ളത് അതാണ്, ഒരേപോലെ, ഒന്നൊന്നല്ല ഒരേപോലെ. അവരിൽ നിന്നും ആരെ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ നോക്കിക്കുക. 10, 7 - 7 17.
ഇതിനുള്ളിൽ നോക്കുകയെ നിങ്ങൾക്ക് ആൻസർ കണ്ടോ 7 - 7. ഇവർക്ക് രണ്ടുപേർക്ക് പ്രത്യേകത ഉണ്ടോ, ഒരേ നമ്പർ സൈൻ മാറ്റി. ടീച്ചേഴ്സ് മിക്കവാറും ഇത് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കും, എന്താണ് 7 ആയിരിക്കും ആൻസർ. അപ്പോൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു -7 കൊടുക്കും. കാരണം ചിലർക്ക് ചെയ്ത് വരുമ്പോൾ -7 ആയിരിക്കും കിട്ടുന്നത്, ആക്ച്വൽ ആൻസർ 7 ആയിരിക്കും. ബട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റി വന്ന് ചിലപ്പോൾ -7 എന്നായിരിക്കാം. അപ്പം അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കൂടെ ആൻസർ വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ രണ്ടുപേരെ നിങ്ങൾ ക്രോസ് ചെയ്യുക, മീൻസ് കളയുക. ഈ രണ്ട് പേരിൽ ആരാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ചതെന്ന് നോക്കുക. ഓക്കെ, അവരിലാവാൻ വളരെ വളരെ സാധ്യതയാണ്. അടുത്ത് നോക്കിക്കുക, സൈൻ തീറ്റ - കോസ് തീറ്റ, കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ - സൈൻ തീറ്റ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരെയും വേണേൽ കളയാം. ഇവർ രണ്ടുപേരിലും ആൻസർ ആവാൻ സാധ്യതയുണ്ട്. ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് കോസ് തീറ്റ തന്നെ. ഇങ്ങനെ സിമിലാരിറ്റി ഉള്ള ഡേറ്റാസുകളിൽ സൈനോ മാത്രമോ അങ്ങനെയുള്ള മാറ്റം വരുന്നതിനുള്ളിൽ ഏതാണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിമൂവ് എക്സ്ട്രീം വാല്യൂസ്. വാട്ട് ഈസ് മെൻ ബൈ എക്സ്ട്രീം? അറ്റത്തുള്ളത് ഇല്ലേ, ദൂരെയുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കുക, രണ്ട് ഡേറ്റാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, 0, 35, 39, 101. ഈ ഡേറ്റാസുകളിൽ 4 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ദൂരെ കിടക്കുന്നത് അല്ലെങ്കിൽ അടുത്തട് കിടന്നത് കാണാൻ പറ്റും. ഇവർ രണ്ടുപേരും കണ്ടോ അടുത്തുള്ളവരാണ്, 35, 37. ഇവർ രണ്ടുപേരും ദൂരെ. അപ്പോൾ അവരെ മിക്കവാറും സാധ്യതയില്ല. ഓക്കെ, ഈ രണ്ടു പേരിൽ ഒരാളാവാനായിരിക്കും സാധ്യത. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, 1, 2, 5, 21. ഇതിനുള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കേ, ഒരു ഓഡ് 1, ഒരു എക്സ്ട്രീമായിട്ട് കിടക്കുന്ന 21 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 പേരിൽ നിന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. എപ്പോഴല്ലാതെ എക്സ്ട്രീം വാല്യൂസ് കളയാന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കളയാന്നല്ല, ഏറ്റവും ഓട് വണ്ണനെ സെലക്ട് ചെയ്യുക. മിക്കവാറും ചിലപ്പോൾ 2 പേര് കാണും, അപ്പുറം ഇപ്പുറമായിട്ട് അറ്റത്തായിട്ട്, അല്ലെങ്കിൽ ദൂരെയുള്ളവർ നടുക്കോ, അല്ലെങ്കിൽ അടുത്തടുത്ത വാല്യൂസുകൾ വളരെ കുറവ് ഡിഫറൻസിൽ വരുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ, ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉറപ്പായിട്ട് കാണും. നെക്സ്റ്റ് അടുത്തത് വളരെ മറ്റൊരു രീതിയിലുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. നമുക്ക് ഇപ്പോൾ കീമിനാണെങ്കിൽ നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്, ABCDE അല്ലേ. 5 ഓപ്ഷൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ സാധ്യത കുറയുവാണ് അല്ലേ, ശരിയല്ലയോ? 4 പേരുള്ളതും 5 പേരുള്ളതും ഒരു കാര്യം വീതിക്കുമ്പോൾ 5 പേരാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറയും, പക്ഷെ 4 പേരാണെങ്കിൽ കൂടും. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിൻ്റെ എണ്ണം 5 മാറുമ്പോൾ നമ്മുടെ എന്തായാലും ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും അതിനുള്ളിൽ നിന്നും നമ്മുടെ ABCDE ഓപ്ഷൻസുകൾ ഏറ്റവും കൂടുതൽ സാധ്യത വരാനുള്ളത് ബിയും സിയും, അടുത്തത് ഡിക്കും. ഓക്കെ, ഈ 3 പേര് അതിലേറ്റവും കൂടുതൽ ബിയും സിയും ആയിരിക്കും. അതിൻ്റെ കാരണം ഏതൊരു ടീച്ചറാണേലും ഫസ്റ്റ് ഓപ്ഷനെ അങ്ങ് ആൻസർ ആക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പോൾ A, B, C, D, E ആദ്യമേ ഒരു ആൻസർ അങ്ങ് ശരിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിനൊന്നും വാല്യൂ ഇല്ലാതാകത്തില്ലയോ. അപ്പോൾ ഒരിക്കലും ഒരു ടീച്ചറും ഫസ്റ്റ് വണ്ണിനെ ആൻസർ ആക്കാൻ ശ്രമിക്കാറില്ല. ഇതൊരു റിസർച്ച് പ്രകാരമാണ്, അല്ലാതെ ഒരു ടെക്നിക്കലേ അല്ല. ഓക്കെ, രണ്ടാമത്തെ നോക്കിക്കുക, അപ്പോൾ ഇവനാവാൻ സാധ്യത കുറവ്. ഇനി ലാസ്റ്റ് എല്ലാത്തിനും ഓപ്ഷൻ ആക്കാൻ ശരിയാവുന്നതാക്കാനും ഒരു ടീച്ചറും ഒരിക്കലും ശ്രമിക്കത്തില്ല. കാരണം അതുവരെ ഇങ്ങനെ വന്നിട്ട് അവസാനം അതിനും സാധ്യത കുറവാണ്. ഓക്കെ, പിന്നെ നമുക്ക് ടീച്ചേഴ്സിന് കുട്ടികൾക്ക് ഇത്തിരി ഒരു കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് 2 പേർക്കും വളരെ സാധ്യത. എന്തുകൊണ്ടാണ്? സെക്കൻഡ് നോക്കി ഒന്ന് ശരിയായെങ്കിൽ, ഇല്ലെങ്കിൽ അത് തെറ്റിയെങ്കിൽ സി അവിടെ വെച്ചെങ്കിലും ആൻസർ ശരിയാക്കാനുള്ള സാധ്യത കൂട്ടിയെടുക്കും. പിന്നെ കുറച്ചുകൂടെ സാധ്യത ഇതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് സെക്കൻഡ് ഇവർക്ക് 2 പേർ ഇതൊക്കെ ഇച്ചിരൂടെ ഉള്ളൂ. ഇവർക്ക് 2 പേർക്ക് ഏകദേശം സിമിലർ ഇതാണ്. പിന്നെ തൊട്ട് പിന്നിൽ ഡിയും കാണും. അപ്പോൾ ഓപ്ഷൻസുകളിൽ നിങ്ങൾ ബിയും സിയും നോക്കുക, പിന്നെ ഡി. ഇവർ 2 പേരും സാധ്യത കുറവാന്ന് പറഞ്ഞത് അല്ലാതെ ആൻസർ ആവത്തില്ല എന്നല്ല പറഞ്ഞത്. ഒരു ടീച്ചർമാരും ഫസ്റ്റും ലാസ്റ്റിനെയും എല്ലാത്തിനും ആൻസർ കൂടുതലാക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. ഓക്കെ ആണല്ലോ. നമ്മുടെ ടിപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ അസേർഷൻ ആൻഡ് റീസൺ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരെണ്ണമാണ്. കുട്ടികൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യാത്ത ഒരെണ്ണമാണ് ഇല്ലേ. പക്ഷേ CBSEക്കാർക്ക് പ്രത്യേകിച്ച് അവർ പഠിക്കുന്നുണ്ടായിരുന്നു. അസേർഷനും റീസണും 2 സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കാണും. അതിനുള്ളിൽ ശരിയാവുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേരെ. ഇവിടെ നോക്കിയാണ്ട് ഇതേപോലെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും കേട്ടല്ലോ. അപ്പം നിങ്ങൾ 2 നല്ലതൊന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ച ശേഷം ഏതാണ് കറക്റ്റ് എന്നുള്ളതിന് ഒരു സാധ്യത പറയുകയാണ്. സാധാരണ സംഭവിക്കുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ, 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ട്രൂ ആണ്. അതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ആൻഡ് റീസൺ ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എ എന്ന് പറഞ്ഞാൽ ആ കാരണം കാണിച്ചേക്കുന്നത് ആദ്യത്തേന് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാ, പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ പിന്തുണയ്ക്കുന്നതോ അതിനൊരു കാരണമാകുന്നതാവണമെന്നില്ല. മൂന്നാമത്തെ നോക്കിക്കുക, അസേർഷൻ എ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അസേർഷൻ ട്രൂ ആവും, റീസൺ ഫോൾസ് ആണ്. നെക്സ്റ്റ് അസേർഷൻ ഫോൾസ് ആവാം, റീസൺ ട്രൂ ആവാം. ഇങ്ങനെ 4 ഓപ്ഷൻസ് വരും.
അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾക്ക് സാധാരണ ഏറ്റവും കൂടുതൽ സാധ്യത വരുന്ന ആൻസറിന് കറക്റ്റ് ആവാൻ സാധ്യത ഈ രണ്ട് പേർക്കായിരിക്കും. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ഓപ്ഷൻസിനായിരിക്കും കേട്ടല്ലോ. ഈ രണ്ട് പേരിലാവാൻ വളരെ സാധ്യതയാണ്. 80% ഇവർ രണ്ടിലേവരാകാൻ സാധ്യത. കാരണം അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോൾ എന്തായാലും ടീച്ചേഴ്സ് ഏകദേശം ട്രൂ ആവുന്നത് നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുള്ളൂ. ഫോൾസ് ആവുന്നത്, തെറ്റാവുന്നത് നിങ്ങളിലോട്ടൊരു സന്ദേശം വരുത്താൻ മീൻസ് അത് അങ്ങനെ രീതിയിൽ കൂടെ ഒരിക്കലും സാധ്യത ഇല്ല. എപ്പോഴും ശരിയാവാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ട്രൂ ആവാനുള്ള സാധ്യത വെച്ചുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും ആവാനേ ഉള്ളൂ. ഇവിടെയൊക്കെ വരുമ്പോൾ കണ്ടോ, ഇവിടെ ഒരാൾ ട്രൂ മറ്റൊരാൾ ഫോൾസ്, ഇവിടെ ഒരാൾ ഫോൾസ് മറ്റൊരാൾ ട്രൂ, അങ്ങനെയൊക്കെ ഉള്ളതിന് ചാൻസുകൾ ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ വരാറില്ല. അതുകൊണ്ട് ഈ രണ്ട് പേരിലാവാൻ വളരെ വളരെ സാധ്യതയാണ്. 80% എയോ ബിയോ ആവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കിക്കേ. സ്റ്റേറ്റ്മെൻറ്റ് 1 3 + 5 = 8. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിക്കേ, ഇൻ അഡീഷൻ വി ആഡ് വാല്യൂസ്. നമുക്കറിയാം 3 + 5 8. നിങ്ങളെന്താ കൂട്ടിയെടുത്തൊരു തീറം ഇല്ലായിരുന്നു. അപ്പോൾ അതാണ് അവിടെ ചെയ്യുന്നത്. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, നമ്മുടെ അസേഷനും റീസണും എന്താണ് ട്രൂ ആവുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ. ഇനി ചിലപ്പോൾ ഇവിടെ ഈ ആഡ് എന്നുള്ളത് മാറ്റിയിട്ട് അവർ സബ്ട്രാക്റ്റ് എന്നായിരിക്കും തരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇത് ട്രൂ ആ 3 + 5 8, പക്ഷേ സബ്ട്രാക്റ്റ് എന്നുള്ളത് തെറ്റല്ലയോ. അപ്പോൾ അവിടെ അസേർഷൻ എന്താണ്, ട്രൂ ആണ്, റീസൺ എന്താണ്, തെറ്റാണ്. അപ്പം ആദ്യത്തെ കേസിൽ ആഡ് എന്നാണെങ്കിൽ രണ്ടും ട്രൂ ആണ്. പക്ഷേ ഇവിടെ ആഡ് എന്നുള്ളത് മാറ്റി വേറൊരു ഓപ്പറേഷൻ സബ്ട്രാക്റ്റ് എന്നാണെങ്കിൽ ഫസ്റ്റ് ട്രൂ സെക്കൻഡ് ഫോൾസ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധൂകരിക്കുന്ന അല്ല എന്നർത്ഥം. ആദ്യത്തേന് പിന്തുണ നൽകുന്നതല്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെ ഒരു അത് ബി ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓർത്തോണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകളെ നോക്കി നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് പേര് തന്നെ ആകുന്നുണ്ടോ എന്നുള്ള സാധ്യത മാക്സിമം നോക്കിയ ശേഷമേ മൂന്നാമത്തേതോ നാലാമത്തേതോ അല്ലെങ്കിൽ അതിലോട്ട് പോകാറുള്ളൂ. ഓക്കെ, പോകാവുള്ളൂ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നിങ്ങളോടൊന്ന് എത്തിക്കാൻ ശ്രമിച്ചത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള കുറച്ച് ആൻസറുകൾ, നിങ്ങൾക്ക് സ്വയം കഴിവുണ്ടല്ലോ, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് വളരെ വളരെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പം മറന്നു പോകുമ്പോൾ, ഞാൻ അങ്ങനെ സാധാരണ ഇപ്പോൾ നമ്മളൊരു രാത്രി കയറി വരുമ്പോൾ നമ്മുടെ താക്കോൽ എവിടെയെങ്കിലും ഇപ്പോൾ ബൈക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെയോ അല്ലെങ്കിൽ സൈക്കിളിൻ്റെയൊക്കെ താക്കോൽ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഈ മറന്നുപോയി ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചെടുക്കത്തില്ല. അതേപോലെ കുറച്ചൊക്കെ നിങ്ങൾ കഴിവുണ്ടാക്കിയെടുക്കണം. രണ്ടാമത് പ്രാക്ടീസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളുടെ പ്രാക്ടീസ്. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എത്തിക്കാനുണ്ടായിരുന്നത്. മാക്സിമം ഇതെല്ലാം ഒന്നുകൂടെ കണ്ട് എല്ലാം ഒന്ന് മനസ്സിലൊന്ന് കുറിക്കുക, ബുക്കിലൊന്ന് കുറിക്കുക. ഇതൊക്കെ വെച്ചുകൊണ്ട് നാളെ പോയി അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പോയി എക്സാം അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവരും അടിപൊളിയായിട്ട് മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും കൂടെ അടിപൊളിയായി കഴിഞ്ഞാൽ നടക്കത്തില്ല. എന്തായാലും അതിനുള്ളിലുള്ള ഏറ്റക്കുറച്ചിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മാക്സിമം ശരിയാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. നമ്മുടെ സപ്പോർട്ട് മാക്സിമം കാണും. പിന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് NDA എക്സാമിനുണ്ട്, അടുത്ത വർഷത്തേക്കുള്ളതിനൊക്കെ ജോയിൻ ചെയ്യാം. മാക്സിമം കാര്യങ്ങൾ തന്നുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിന്ന് കിട്ടും, മെറ്റീരിയൽ കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഗുഡ് ബൈ.